ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഇത് കണ്ടോ ഗൈസ്, വീടിൻ്റെ മുറ്റത്തുള്ളൊരു മരത്തിൽ കണ്ടതാട്ടോ മതിയായ പുഴു. നിറച്ച് രോമമൊക്കെ ആയിട്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നതിൽ പിന്നെ ഒരുപാട് തവണ ഇതിനെ കണ്ടു കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട് ഇങ്ങനത്തെ പുഴു. ഹായ് ഗൈസ്, ഞാൻ തുണി വിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ തുണിയെല്ലാം വിരിച്ചിട്ടപ്പോഴത്തേനും എന്താ കണ്ടില്ലേ, മൊത്തം മടമൂടലായി. കാർമേഘമൊക്കെ വന്ന് മൂടി. തക്കടൂട്ടനാണ് ഇവിടെ എൻ്റെ കൂടെ ഓരോ പണിയായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. ഇവൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്ന വണ്ടിയാട്ടോ. അവൻ്റെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും അവൻ അതിനെ ഒരു വണ്ടിയായിട്ട് സങ്കല്പിച്ച് വണ്ടി ഓടിക്കുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കും. ഇതെൻ്റെ വാഴ 2 ആണ്. ഇവൻ എവിടെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വാല് പോലെ പുറകെ ഉണ്ടാവും. ഇപ്പം എല്ലാവർക്കും അങ്ങനെയാന്ന് തോന്നുന്നു. രണ്ടാമത്തെ കുട്ടികൾ കൂടുതലും അമ്മമാരായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ആൺകുട്ടികളാണെങ്കിൽ പിന്നെ പറയണ്ട, അമ്മ കൊച്ചു തന്നെയായിരിക്കും. ഇവൻ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പുറകെ കിടക്കും കേട്ടോ. പെട്ടെന്ന് ഇരച്ചു കുത്തി കയറി വന്ന മഴയാണ്. ആകെപ്പാട് മൂടി, നല്ല കാറ്റും മതിയായ മഴയും. അപ്പോൾ ഞാനും തക്കടൂട്ടന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മഴ വരുമ്പോൾ ഭയങ്കര പേടിയാണേ. ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് ഓടിച്ചാടി അകത്തേക്ക് കയറി കേട്ടോ. ഞങ്ങൾ എന്നിട്ട് വീടിൻ്റെ പുറകുവശത്ത് പോയിട്ട് ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മരം എല്ലാം നന്നായിട്ട് ഇളകി മറിഞ്ഞ് നല്ല കാറ്റ് നല്ല ശക്തിയിൽ വീശുന്നുണ്ട്. ഇങ്ങോട്ട് വന്നത് പിന്നെ കൂടുതലും റബ്ബർ തോട്ടങ്ങളാണല്ലോ. പിന്നെ പ്ലാവ് ഇടയിൽ കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അവിടെയൊക്കെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരിക്കും. പക്ഷെ അവിടേക്ക് റബ്ബർ അങ്ങനെ ഇല്ല. അതായത് ഞങ്ങൾ മുമ്പ് ഇടുക്കിയിലായിരുന്നു, ഇപ്പം തൊടുപുഴയാണ്, എറണാകുളം സൈഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇതും ഇവിടുത്തേതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് നേരം നമുക്ക് മഴ തുറന്നു കേട്ടോ. ഇനി നമ്മുടെ തക്കുടുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? ചേട്ടാ മീൻ വേണം. ചേട്ടാ എന്ത് മീനാ ഉള്ളത്? ജൂന് മീനോ? എന്ത് മീനാന്നൊന്നും അറിയില്ല. ഒരു കിലോ മീൻ തരാമോ? എന്നാ തീർന്നു പോയോ? എന്നാ പിന്നെ ചേട്ടൻ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ട് നടക്കണേ? ഇച്ചിരി മീൻ തരുവോ? തീർന്നു പോയോ? പിന്നെ എന്തിനാ ചേട്ടൻ വന്നേ? അപ്പുറത്ത് വന്നാണോ? നോക്കിക്കുണ്ടോന്ന് ഇച്ചിരി മീമി ഉണ്ടോന്ന് നോക്കി. ഇത്തിരി വേറെ ഇല്ലേ? നാളെ വരുമ്പോ തരുവോ? ഓക്കെ, ബൈ. ഐസ്ക്രീം വണ്ടി ആയോ അടുത്തത്? ഐസ്ക്രീം ഉണ്ടോ ചേട്ടാ? ഐസ്ക്രീം ഉണ്ടോ ചേട്ടാ? ഐസ്ക്രീമും തീർന്നോ? പിന്നെ എന്തിനാ ചേട്ടൻ വന്നേ? അപ്പുറത്താ? ഈ ചേട്ടന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഈ ചേട്ടൻ വണ്ടിയും കൊണ്ട് വന്നിട്ട് ഐസ്ക്രീം വണ്ടി, മീൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറ്റിക്കുവാണോ ചേട്ടാ? പറ്റിക്കുവാണോ? ചേട്ടനോട് കൂടൂല കേട്ടോ. കൂട്ടില്ല. ശരി എന്നാ, ഇനി ഈ വഴിക്ക് വരണ്ട കേട്ടോ. മീമിയും ഐസ്ക്രീമൊന്നും ഇല്ലാതെ ഇതിലേ വരണ്ട കേട്ടോ. വേണ്ട, വരാൻ പറ്റില്ല. സാധനങ്ങളൊന്നും ഇല്ലാതെ എന്തിനാ വരുന്നേ? മീൻ വണ്ടിയിൽ മീമി ഇല്ലല്ലോ. ഉണ്ടോ? എന്നാ താ. എറിഞ്ഞിട്ടാണോ തരുന്നേ? എത്ര രൂപയായി? പൈസ വേണ്ടേ? എന്നാ പൈസ? എന്നാ പൈസ? എല്ലാം അകലം നിന്നാണോ? കൊറോണയാണോ? അതാണ് അകലം പാലിക്കുന്നേ? പൈസ ഒക്കെ എറിഞ്ഞിട്ടാണോ കൊടുക്കുള്ളൂ? ഓക്കെ, താങ്ക് യു. എൻ്റെ മുട്ടത്തക്കുടുവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.